കഴിഞ്ഞ സാറ്റർഡേ അദ്വൈത സുരേഷ് എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു റീല് ഷെയർ ചെയ്തു. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ആ റീല് കണ്ടു. ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേ പോസ്റ്റുകൾ, പ്രീവിയസ് പോസ്റ്റുകൾ, മെയ് മാസത്തിലൊക്കെ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ കണ്ടു. അപ്പോൾ 6 വർഷം ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ്, ആ ടോക്സിക് റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ നിന്ന് ആ കുട്ടി സഫർ ചെയ്ത കാര്യങ്ങൾ, ആ ഒരു റിലേഷൻഷിപ്പ് കാരണം ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന ഫിസിക്കൽ മെൻ്റൽ ട്രോമ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പോസ്റ്റുകളും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെയാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. നിങ്ങൾ ഈ പെർട്ടിക്കുലർ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റീലും കാര്യങ്ങളൊക്കെ കാണാം. ഞാനിവിടെ ഇത് ബ്ലർ ചെയ്ത് വെക്കാൻ കാരണം ഈ കുട്ടി പോസ്റ്റ് ചെയ്ത വീഡിയോനകത്ത് ഈ 6 ഇയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തി അക്ഷയ് എസ് നായർ ഒരു ഫോട്ടോഗ്രാഫറാണ് ആൻഡ് പാലക്കാട്ടുകാരനാണ്. അപ്പോൾ ഈ പയ്യൻ്റെ ഫോട്ടോ കൂടി ഉണ്ട്. ടിൽ ടൈം ആ കുട്ടി ഒരു കേസ് കൊടുത്തിട്ടില്ല ഈ ഒരു ഇഷ്യൂവിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പയ്യൻ്റെ ഫോട്ടോ ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോയിലാണെങ്കിൽ പോലും അതിൽ വിസിബിളാണ്. പക്ഷേ ഞാനിവിടെ ബ്ലറാക്കാൻ കാരണം ഒരു കേസായിട്ടില്ല. കാരണം റീസെൻ്റ് ആയിട്ട് നടന്നുള്ള കുറേ ഇഷ്യൂസിലും കുറേ കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നുള്ള പോലെ ആയിരിക്കില്ല നാളെ. ദർ വിൽ ബി അനദർ സൈഡ്. ഓക്കെ, 2 സൈഡും നമ്മൾ കേൾക്കണമെന്നുണ്ട്. ഞാനിപ്പോൾ കേട്ടത് അദ്വൈതയുടെ സൈഡാണ്. അദ്വൈതയുടെ സൈഡ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പയ്യനും ഒരു സൈഡ് പറയാൻ കാണും. ഓക്കെ, അത് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. അക്ഷയ് എസ് നായർ എന്ന് പറഞ്ഞ പയ്യനും ഒരു സൈഡ് പറയാൻ കാണും. ഞാനപ്പോൾ അദ്വൈതയുടെ സൈഡ് കേട്ടു. ഞാൻ അദ്വൈതയെ കോൾ ചെയ്ത് സംസാരിച്ചതിൻ്റെ ഒരു ലെങ്തി കോൺവെർസേഷൻ വിത്ത് പെർമിഷൻ, ആ കുട്ടിയുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് തന്നെ ഞാനിവിടെ അതെന്താണെങ്കിലും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ നറേഷൻ പറയാം എന്താണ് സംഗതി എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കോൾ റെക്കോർഡ് കേട്ടാൽ മതി. അദ്വൈത സുരേഷ് എന്ന് പറഞ്ഞ പെൺകുട്ടി ബാംഗ്ലൂരാണ്. ഒരു ഫ്രണ്ട് വഴി ഈ കുട്ടി ഈ പയ്യനെ പരിചയപ്പെടുന്നു. 6 ഇയേഴ്സ് റിലേഷൻഷിപ്പിലാവുന്നു. പയ്യൻ്റെ പേര് അക്ഷയ് എസ് നായർ, ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ അവർ ഒരു 3 ഇയേഴ്സ് വളരെ സ്മൂത്തായിട്ട് പോകുന്നു. അതിനുശേഷം ഈ പയ്യൻ ഈ കുട്ടിയെ വളരെ മോശമായ രീതിയിൽ സംശയിക്കുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പ്ലേസ് ചെയ്യാം. ഇവരെ വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. ഈ പയ്യൻ ടൈം വെക്കുന്നുണ്ട് ഈ കുട്ടിക്ക്. ഇന്ന ടൈമിൽ ക്ലിയർ ആയിട്ട് ഫോൺ ചെയ്യണം, സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുക്കണം, വേറൊരാളുടെ കോൾ വെയിറ്റിങ്ങിലായാലോ, അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക സംശയമാണ് ഈ വ്യക്തിക്ക്. ആ സംശയം ബിൽഡ് ചെയ്ത് അത് വളരെ മോശമായ രീതിയിൽ ഈ പെൺകുട്ടിയെ വീട്ടുകാരെ വരെ, അമ്മയെ അച്ഛനെ വരെ തെറി വിളിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഫിസിക്കൽ അബ്യൂസിലേക്ക് മാറുന്നു. ചവിട്ടുന്നു, അടിക്കുന്നു, കുത്തുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാറിപ്പോവാണ്. അങ്ങനെ ഈ കുട്ടി ഇതൊക്കെ സഹിച്ച് കുറേ കാലം മുന്നോട്ട് പോകുന്നു. ആൻഡ് ഈ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നിങ്ങൾ നോക്കുമ്പോൾ അതിലുണ്ട് 27/07/1998. അത് ഈ കുട്ടിയുടെ ജനിച്ച വർഷം 02/03/2024, അതായത് 2 മാർച്ച് 2024. ആ ദിവസമാണ് ഈ കുട്ടി പയ്യനെ ലാസ്റ്റായിട്ട് കാണുന്നതും അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവുന്നതും. പിന്നെയാണ് അവിടുന്ന് കാര്യങ്ങൾ ഡെവലപ്പ് ആവുന്നു. ഈ പയ്യൻ പോയി കേസ് കൊടുക്കുന്നു. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടിയുടെ വീട്ടുകാരടക്കം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഈ കുട്ടി റിലേഷനിലാണ്, ഇങ്ങനെ അബ്യൂസുകൾ ഈ കുട്ടിക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ 1-2 കോൾ റെക്കോർഡ്സ് ഉണ്ട്. അത് ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ്. അതുകൂടി ഞാൻ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അതൊരു 4 മിനിറ്റും ചില്ലറയുള്ള കോൾ റെക്കോർഡാണ്. അതിനകത്ത് ഈ പയ്യൻ ടൈം ടു ടൈം ഈ പെൺകുട്ടിയെ വിളിക്കാൻ പറയുന്നതും ഒരു പക്ക കേൾക്കുമ്പോഴേ അറിയാം ഭയങ്കരമായ ഒരു ടോക്സിക് റിലേഷൻ. പയ്യൻ ഒരു എന്താ പറയുക സംശയരോഗം എന്നുള്ളതിൻ്റെ എൻഡിൽ പോയി നിൽക്കുന്ന പോലെ. അത് എന്താ റീസൺ എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഗ്രാജുവലി ഡെവലപ്പായി വന്നതാണെന്നാണ് ഈ പെൺകുട്ടി എന്നോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഡെഫിനറ്റ്ലി ആ പയ്യനൊരു സൈഡ് പറയാൻ കാണും. ഓക്കെ, ആ പയ്യന് പറയാൻ ഇല്ലാത്ത പ്രശ്നമൊന്നും കാണില്ല. ആ പയ്യനെ അറിയാലോ. അപ്പോൾ 2 സൈഡ് എന്താണെങ്കിലും കാണും. അതായത് ഈ പെൺകുട്ടി ആയിട്ടുള്ള കോൺവെർസേഷനും കൂടി ഞാനിവിടെ വെക്കാം. ഒരു 4 മിനിറ്റും ചില്ലറയുണ്ട്. തുടക്ക പോർഷനിൽ ഇവൻ വളരെ മോശമായിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ചീത്ത പറയുന്ന ഒരു പോർഷൻ, ചീത്ത എന്ന് പറഞ്ഞിട്ട് മെന്റാലിറ്റിയിലാണ് ഈ പയ്യൻ സംസാരിക്കുന്നത്. ആ വോയിസ് വേണ്ടി എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതിനുശേഷം ഞാനും ഈ കുട്ടിയും തമ്മിൽ സംസാരിച്ച ഒരു ലെങ്തി കോൺവെർസേഷൻ. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് വിളിച്ചിരുന്നാ പറഞ്ഞത്? തെറ്റിച്ചു കഴിഞ്ഞ വീട്ടിലുള്ളവരെ പറയുന്നത് ഒരു ലിമിറ്റും ഇല്ല. നീ വിളിച്ചിട മോളെ, ഒരു ലിമിറ്റും ഇല്ല. അത് കേൾക്കുന്ന എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ കേൾക്കണം നിനക്ക് തോന്നണമെങ്കിലേ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട്. മനസ്സിലായോ?
ചോദിക്കണേന് ഇനി നീ ഉത്തരം തരാണ്ട് ഒരു സെക്കൻഡെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് കേൾക്കാൻ പോണത് ഈ തെറിയല്ലാട്ടാ. ഞാനെന്താ അറിയോ, അദ്വൈത് എനിക്ക് സാറ്റർഡേ ഈ റീൽ അയച്ചു തന്നപ്പോഴും ഞാൻ കണ്ടു. കമന്റ്സിലൂടെ ഇതിലൊക്കെ പോയി. പിന്നെ പ്രീവിയസ് പോസ്റ്റ് വന്നത് മന്ത് ബിഫോർ അല്ലേ? അതെ അതെ, മെയിലായിരുന്നു. ഓക്കെ, 2 മാസം മുമ്പ്. 2 മാസം മുന്നേ. ഓക്കെ ഫൈൻ. അപ്പൊ ഈ പയ്യന്റെ പേരെന്തായിരുന്നു? പയ്യന്റെ പേര് അക്ഷയ് എസ് നായർ. അക്ഷയ് എസ് നായർ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ അപ്പോ 6 years? അതെ, 6 years ആയിട്ടാ. ഓക്കെ ഫൈൻ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ. ഓക്കെ ഫൈൻ. അപ്പോ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാ ലൈക്ക് തുടങ്ങുന്നത്? നിങ്ങള് വർക്ക് സ്പേസിൽ എന്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയായിട്ടാ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ. അപ്പോ പുള്ളി ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആളുടെ കയ്യിൽ ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് ഈ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ലൈക്ക് നമുക്ക് ഒരുമിച്ച് ഷൂട്ടും ചെയ്യാം എന്നുള്ള രീതിക്ക് അങ്ങനെയായിരുന്നു ഞങ്ങളെ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിന് പോകുമായിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു ഈ കോണ്ടാക്ട് ബിഗിൻ ചെയ്തത്. പിന്നെ നല്ല കമ്പനി ആയിരുന്നു, നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷമാണ് റിലേഷൻ ആവുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ആ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് പരിചയപ്പെടുന്നത്? അത് വർക്കിന്റെ റിലേറ്റഡ് ആയിട്ടാണ്, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയായിരുന്നോ? ബാക്ക്ഗ്രൗണ്ട് അറിയായിരുന്നു. ത്രൂ ആ മ്യൂച്വൽ ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ എന്തായത് എവിടെ അങ്ങനെയുള്ള രീതിക്ക് എനിക്ക് ആളെ കുറിച്ച് അറിയുമായിരുന്നു. നിങ്ങളുടെ ലൊക്കേഷൻ? പാലക്കാട് തന്നെയായിട്ടാ. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വർക്ക്. ഈ പയ്യനോ? പയ്യനും പാലക്കാട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പയ്യനും പാലക്കാട് തന്നെ വർക്ക് ചെയ്യുന്നല്ലേ? അതെ, മാർക്കറ്റിംഗ് അനലിസ്റ്റ് ആയിട്ട് ഡെസ്ക്ടോപ്പ് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയില്. ഓക്കെ ഫൈൻ. അപ്പോ ഇത് നിങ്ങള് റിലേഷൻ തുടങ്ങിയ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല കേട്ടോ, ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ നല്ലതായിരുന്നു. വളരെ ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരുന്നു. ഒരു ഇഷ്യൂസ് ഇല്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ലൈക്ക് സ്റ്റാർട്ടിങ് ഒരു 1 to 3 years അടുത്തോളം വലിയ സീനൊന്നും ഇല്ല. പിന്നെ ഈ സീൻ എന്താ വെച്ചാൽ ഗ്രാജുവലി മാറുമായിരുന്നു ആള്. അതായത് ഞാൻ ഈ മോഡലിംഗ് ചെയ്യുന്നതുകൊണ്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരുമല്ലോ. അപ്പൊ ആദ്യമൊക്കെ ഷൂട്ടിന് പോകണ്ടെന്ന് പറയാൻ തുടങ്ങി. അതൊക്കെ വളരെ നോർമൽ ആയിട്ടാ പറയുന്നത്. ലൈക്ക് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ആ ഒരു രീതിക്കാ പറയുന്നത്. പിന്നെ പതിയെ ആ ടോണ് മാറാൻ തുടങ്ങിയിട്ട് അതൊരു റെസ്ട്രിക്ഷൻ കൈൻഡ് ആയി. പിന്നെ ആ റെസ്ട്രിക്ഷൻ മാറിയിട്ട് അബ്യൂസ് ആയി. അപ്പോ ഈ ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളും എന്റെ മോഡലിംഗ് അല്ലെങ്കിൽ പാഷൻ റിലേറ്റഡ് മാത്രമല്ല, എല്ലാ രീതിയിലും അത് ബാധിക്കാൻ തുടങ്ങി. ഈവൻ കുറെ എന്റെ കൊളീഗ്സിനെ ബ്ലോക്ക് ചെയ്യാന്ന് പറയാ, എന്റെ ഫ്രണ്ട്സിനെ ബ്ലോക്ക് ചെയ്യാന്ന് പറയാ. അതും ആമ്പിള്ളാരല്ല, ഈവൻ ലൈക്ക് ഫീമെയിൽ ഫ്രണ്ട്സിനെ പോലും ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊളീഗ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിന്റെ വർക്കിനും ബാധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വോയിസ് ഓവറും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ പ്രീവിയസ് കമ്പനിയില്. അപ്പൊ ഞാൻ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോന്റെ അകത്തൊക്കെ പോയിട്ട് ഇവന്റെ ഈ ടൈമിന് വിളിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് വഴക്കാക്കി ഞാൻ ആ സ്റ്റുഡിയോന്ന് കരഞ്ഞിറങ്ങി വന്ന് എനിക്ക് മര്യാദയ്ക്ക് ഡബ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് കൊടുക്കാനോ പറ്റാതെ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവന് ലിറ്ററലി ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. 8 മണി, 8:15, 8:20. അതിൽ ആ ഒരു 8:20, 8:21 ആയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്യൂ വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ അച്ഛനെ എല്ലാം തെറി വിളിക്കുക, വീട്ടുകാരെ പറയാ, ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്ന പറയാ, ഫ്രണ്ട്സിനെ തെറി പറഞ്ഞ് മെസ്സേജ് അയക്കാൻ പോകുന്നതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യുക, അവരെ കോൾ ചെയ്യുക, അങ്ങനെ ഭയങ്കര പ്രശ്നം. പിന്നെ എനിക്ക് അത് പോരാണ്ട് ലൈവ് ലൊക്കേഷൻ, കറന്റ് ലൊക്കേഷൻ, അടുത്തുള്ള ആളുടെ ഫോട്ടോ, അടുത്തുള്ള ആളുടെ ഡീറ്റെയിൽ, അങ്ങനെയുള്ള എല്ലാം ലൈക്ക് ഷെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഈവൻ കോൾ ആരാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ആളുടെ നമ്പർ വരെ കൊടുക്കണം ആൾക്ക് ട്രൂ കോളറിൽ നോക്കാനായിട്ട്. ഇത് എവിടുന്നാ തുടങ്ങുന്നത്? അതായത് ഇതൊരു പ്രോപ്പർ സംശയമാണ്. ലൈക്ക് ആ ഒരു സംശയ രോഗം എന്നുള്ള രീതിയിലാണ് ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത്. അതെ, ഒരു പൊസസീവ്നെസ്, ഒരു ആങ്കർ ഇഷ്യൂ, പിന്നെ സംശയം എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പൊസസീവ്നെസ്സിനേക്കാൾ കൂടുതൽ ഡൗട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളിപ്പോ ഞാൻ 10-12 വർഷം പ്രേമിച്ച ഒരാളാണ്. പൊസസീവ്നെസ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഞാനും പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡൗട്ട് അടിക്കാറില്ല. എവിടെ പോകുന്നു, എപ്പോ വരുന്നു, ആരുടെ കൂടെ. അതിന് എനി റീസൺ ലൈക്ക്? ഇതെന്താ വെച്ചാ ആള് പാലക്കാടും ഞാൻ ബാംഗ്ലൂരും ആയിരുന്നു കേട്ടോ വർക്ക് ചെയ്യുന്നുണ്ടായേ. അപ്പൊ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇനിയിപ്പോ അവിടെ ആരുടെങ്കിലും ഒപ്പം പോവോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് കോണ്ടാക്ട് കൂടി ആ ഒരു പ്രയോറിറ്റി കുറയോ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ റീസൺസ് ആള് പറയുന്നുണ്ടായത്. അല്ലാതെ ഇതിനിടയിൽ വേറെ ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല? ലൈക്ക് അവന് ഡൗട്ട്ഫുൾ ആവുന്ന രീതിയിൽ ലൈക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല?
ഇല്ല ഈ ആൾക്ക് എല്ലാരെയും ഡൗട്ടായിരുന്നു. അതാ വേറെ കാര്യം. ഇപ്പൊ എന്റെ കൊളീഗ്സ് ആണെങ്കിലും ഫ്രണ്ട്സിനെ ആണെങ്കിലും ലൈക്ക് വളരെ നോർമൽ, വളരെ എന്താ പറയാ സംസാരിക്കുന്ന ഫ്രണ്ട്സാ. അത് കൊളീഗ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വർക്കിന്റെ റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ പലപ്പോഴും. അപ്പൊ അവരെ പോലും ആൾക്ക് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലൈക്ക് ബാംഗ്ലൂർ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം എന്നുള്ള രീതിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പെർമിഷൻ എടുത്തിട്ട്, അതെ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ആ ടൈമിലും ആൾക്ക് സെയിം ഇഷ്യൂ തന്നെയായിരുന്നു. പാലക്കാട് ഉണ്ടായിട്ടും നീ അവനെ വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ കൊച്ചിനെ ബ്ലോക്ക് ചെയ്യുക. ഈവൻ ഈ പെമ്പിള്ളാര് വരെ കുറെ പേരെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാനപ്പോ ഡൗട്ട് തന്നെയാണ്. ഈവൻ ഒരു ടൈമിൽ എന്റെ അച്ഛന്റെ കോൾ വരെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂർ ഉണ്ടാവുമ്പോ. റീസൺ ഒന്നുമില്ല, ഒരു 3 വർഷം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് മാറി. അത് ഗ്രാജുവൽ ചേഞ്ച് ആയിട്ട് ലൈക്ക് പെട്ടെന്ന് തല്ല അങ്ങനെയായിരുന്നില്ല. ലൈക്ക് ഗ്രാജുവലി ആള് മാറി മാറി വരുമായിരുന്നു. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി മണി ഓർ ലൈക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ലൈക്ക് ഇല്ല ഫിനാൻഷ്യലി ലൈക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. ഓക്കെ. ഫിസിക്കൽ റിലേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ അത് ഇനീഷ്യൽ സ്റ്റേജിലാണോ അതോ ലൈക്ക്? കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയുക, ഈ അത് ഞാൻ ഇപ്പോ ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താണെങ്കിലും ഇതിന്റെ ഒരു റീസൺ അറിയണല്ലോ. അതായത് പെട്ടെന്ന് കേറിയിട്ട് ഒരാൾ മാറാൻ there will be a reason. നിങ്ങൾക്ക് ചിലപ്പോ ഒരു റീസൺ ഇപ്പൊ നിങ്ങളെ സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവുന്നുണ്ട് ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ്, ഇതിനൊരു പെർട്ടിക്കുലർ റീസൺ ഇല്ല. ചില വ്യക്തികൾ ചിലപ്പോൾ ഞാൻ കണ്ട കുറെ റിലേഷൻഷിപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അവർ ആ റിലേഷൻഷിപ്പായിട്ട് ഫെഡപ്പ് ആവും. മനസ്സിലായോ? ആ റിലേഷൻഷിപ്പ് ഫെഡപ്പ് ആവുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ അവർക്ക് എന്താവും, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ചിലപ്പോൾ അവര് ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ഇഗ്നോർ ഫേസ് നിന്ന് മാറിയിട്ട് കാരണങ്ങൾ ഉണ്ടാക്കി ഒരു അബ്യൂസീവ് ലൈനിലേക്ക് പോകും. അങ്ങനെ പോയതാണോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിട്ടാ. കാരണം ഇപ്പോ ഞാനും ആക്ച്വലി അതാണോന്ന് നോക്കാനായിട്ടുള്ള ഞാൻ കുറെ ടൈം ലീവ് ചെയ്തു കേട്ടോ റിലേഷനിൽ. ഇങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം അത്രയും അബ്യൂസ് അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ അസോൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ ഞാൻ ഇത് റിലേഷൻ ലീവ് ചെയ്യാൻ കുറെ തവണ നോക്കുമ്പോഴൊക്കെ ആളെ തന്നെ സെൽഫ് ഹാം ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ ലൈക്ക് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി സൂയിസൈഡ് ചെയ്യുന്നൊക്കെ പറയാ. അതല്ലെങ്കിൽ എന്റെ വീട്ടില് രാത്രി 1 മണിക്കും 12 മണിക്കൊക്കെ ഞാൻ ഇപ്പൊ ഇറങ്ങാണ് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിനെയും കൂട്ടി വന്നിട്ടല്ലോ ഉണ്ട്. അങ്ങനെ അത് മാത്രമല്ല ലീവ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈവൻ ഒരു പ്രാവശ്യം തല്ലുന്നെങ്കിൽ 2-3 തവണ എക്സ്ട്രാ തല്ലി കിട്ടും. അങ്ങനെ ആവാൻ തുടങ്ങി കാര്യങ്ങൾ. ഇല്ല ഫാമിലിക്ക് അറിയില്ലായിരുന്നു കേട്ടാ. ഞാൻ ഈ ഫിസിക്കൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടാവുന്ന ടൈമില് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി പറയാതിരുന്നേ. കാരണം ഒരുപാട് ഇതാവും. അപ്പൊ ഞാൻ ഈ ഫൗണ്ടേഷനും കൺസീലറും എല്ലാം ഇട്ട് മറച്ച് ഇങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ കയറാറുണ്ടായേ. അവന്റെ വീട്ടിൽ അറിയായിരുന്നു ഈ റിലേഷൻ? ഇല്ല കേട്ടോ, അവന്റെ വീട്ടിലും അറിയുന്നുണ്ടായില്ല. എന്നോട് പറഞ്ഞത് ടൈം ആവുമ്പോ എല്ലാരെയും അറിയിക്കാന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു. പിന്നെ ഇവൻ വീട്ടിൽ ഓൾറെഡി അറിയിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ലൈക്ക് ഏട്ടനും പിന്നെ അമ്മേനെയോ അങ്ങനെ എന്തൊക്കെയോ അറിയിച്ചിട്ടുണ്ടല്ലോ. മാർച്ച് 2-ാം തീയതി അന്നായിരുന്നു ലാസ്റ്റ് ആയിട്ട് കണ്ടത്. മാർച്ച് 2-ാം തീയതി അല്ലേ? അതെ അന്ന് അതെ ഏട്ടാ. അന്ന് ആക്ച്വലി ഒരു നോർമൽ ബ്രേക്കപ്പ് പോലെ ഒരു എൻഡിങ്ങും ആയിരുന്നില്ല. മാർച്ച് 1-ാം തീയതി വൈകുന്നേരം ഇവൻ എന്റെ ഒരു ഫ്രണ്ടിനെ പിടിച്ച് തല്ലി, അങ്ങോട്ടേക്കായിട്ട് തല്ലി ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയി. ആൾക്കാരൊക്കെ കൂടി നല്ല ഇഷ്യൂ ഒക്കെ, നല്ല സീനായി അവിടെ. എന്നിട്ട് ഇവൻ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ, അന്നായിരുന്നു എന്റെ അച്ഛനും അമ്മയും അറിയുന്നത്. അപ്പൊ ഇത്ര വലിയ പ്രശ്നം അവിടെ നടന്നപ്പോ എന്റെ ഫ്രണ്ട്സ് പപ്പേനെയും അമ്മേനെയും സ്പോട്ടിലോട്ട് വരാൻ പറഞ്ഞ് അവരെന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് അന്ന് ഞങ്ങൾ ലൈക്ക് നാളെ രാവിലെ അവന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നുള്ളത് ചോദിക്കാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു വീട്ടില്. അപ്പൊ നെക്സ്റ്റ് ഡേ പക്ഷെ രാവിലെ ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്കും കോള് വരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ 3 പേരും അവിടെ ഹാജരാവണം, നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോ ഇവൻ കൊടുത്ത പരാതി ഇതാ: ഞാൻ ഇവന്റെ ഒപ്പം ലൈക്ക് ഇവന്റെ പുറകെ 6 വർഷമായിട്ട് നടക്കുവാണ്, പിന്നെ ഇവന്റെ കല്യാണത്തിന് ഞാനൊരു ബാധ്യതയായിരിക്കും, പിന്നെ എന്റെ അച്ഛൻ ഇവനെ കൊട്ടേഷൻ വെച്ച് തല്ലിച്ചു. ആ നേരാണ് ഞാൻ സ്റ്റേഷനിൽ ലൈക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നത് പോലീസിനോട്. ഈ 6 വർഷം എന്തൊക്കെയാ നടന്നത്.
ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തത്, ലൈക്ക് തെളിവ് സഹിതം ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പൊ പോലീസ് എന്റെ മുന്നിൽ നിന്ന് ലൈക്ക് ഇങ്ങനെയുള്ള അവനെ നിനക്ക് എന്തിനാ അവനൊക്കെ പറഞ്ഞ് കുറെ എന്നെ ഉപദേശിച്ചു. അതിനുശേഷം ഇവനെ കുറെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഇവനെ ലൈക്ക് എന്നിട്ടാണ് പോലീസ് എന്നോട് പറഞ്ഞത് ഇതിപ്പോ കേസാക്കണ്ട, ഒന്ന് ആലോചിച്ചിട്ട് തിരിച്ചു വരാനായിട്ട്. അവൻ കൊടുത്ത കേസ് അവർ ക്ലോസ് ചെയ്തു, FIR ഇട്ടില്ല. ക്ലോസ് ചെയ്തു. FIR ഇട്ടില്ല, കാരണം അത് FIR ആക്കാൻ പറ്റില്ല, തെളിവുകൾ മൊത്തം അവനെതിരാണ്. ഒരു ഡൗട്ട് അപ്പൊ ചോദിക്കട്ടെ, അപ്പൊ ഇവൻ ഇത്രയും പൊസസീവ് ആയിട്ട് നിങ്ങളെ ഉപദ്രവിച്ച് നിങ്ങളാരും ലൈക്ക് ഈവൻ റിലേഷൻ വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടും അവൻ എന്താ പറയാ സെൽഫ് ഹാം ചെയ്ത് നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന ഒരാള് ഈ മാർച്ച് 2 നടന്ന ഒരു ഇൻസിഡന്റിന്റെ മുകളിൽ കംപ്ലീറ്റ്ലി മാറിയിട്ട് പോയിട്ടൊരു കേസ് കൊടുക്കും അവിടെ. അതെന്താന്ന് വെച്ചാ ഇവന്റെ വീട്ടിലുള്ള ആൾക്കാർ ഇവനെ മാട്രിമോണി പ്രപ്പോസല് എന്തോ നോക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഏകദേശം ഒരു ജാനുവരി ആ ഒരു ടൈമിലൊക്കെ. പിന്നെ അതേപോലെ ലാസ്റ്റ് ഇയർ ഒരു ഓഗസ്റ്റ് ടൈമിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവൻ പറഞ്ഞു അത് ചുമ്മാ ലൈക്ക് ഒരു പ്രപ്പോസൽ ലൈക്ക് മാട്രിമോണിയിൽ അപ്ലൈ ചെയ്യുന്നല്ലേ ഉള്ളൂ, ടൈം ആവുമ്പോ ഞാൻ വീട്ടിൽ പറയും എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു, അമ്മേനോടും ഇവന്റെ ചേട്ടനോടൊക്കെ. അപ്പൊ ആ ടൈമില് ഞങ്ങളുടെ കാസ്റ്റ് വേറെയാണ്, നല്ല പ്രശ്നമാണ് വീട്ടിലെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് മാട്രിമോണിയിലേക്ക് ഏതൊരു കൊച്ചായിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ആ കൊച്ചായിട്ടുള്ള പെണ്ണ് കാണൽ എന്തോ സമയത്താണ് ഇവൻ എന്നോട് ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഇതാക്കുന്നത്, ലൈക്ക് നിർത്തുന്നത്. അവിടെ ഞാൻ ചോദിക്കുന്നത് കാരണം എനിക്കിത് കേട്ടിടത്തോളം മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷമുള്ള റിലേഷനിൽ നിങ്ങൾ മെന്റലി ഫിസിക്കലി ഒക്കെ നല്ല ഓക്കെ ആയിട്ട് നല്ല റിലേഷൻ ആയിട്ട് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മേ ബി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പയ്യന് വീട്ടിൽ ചിലപ്പോ പറഞ്ഞു കാണും, നിങ്ങളോട് പറഞ്ഞു എന്ന് ഒരു വട്ടം സൂചിപ്പിച്ചല്ലോ. അത് ഈ 3 വർഷം കഴിഞ്ഞിട്ടല്ലേ? 3 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. ആ ടൈമിൽ സൂചിപ്പിച്ച ടൈമിൽ ചിലപ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ക്ലാഷസ് വന്നു കാണും. പിന്നെ അവിടുന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും വേറൊരു റിലേഷൻ, വേറൊരു കല്യാണം, എന്തിന് ഏതിന് ചിന്തിച്ച സമയത്ത് മേ ബി അവൻ ഇങ്ങനെ ആയിരിക്കും, അതായത് മാക്സിമം ഉപദ്രവിച്ച് പുറത്ത് ചാടുക എന്നുള്ള രീതിക്കായിരിക്കാം മേ ബി. പക്ഷെ ഏട്ടാ എന്താ ശരിക്കും ഉണ്ടായെന്ന് വെച്ചാൽ അവന്റെ പാരന്റ്സിനും അവന്റെ ചേട്ടനും ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു പോലും. അത് സ്റ്റേഷനിൽ വന്നിട്ട് അവന്റെ അമ്മയാണ് എന്നോട് പറയുന്നത്. അവരോട് അവർക്കൊന്നും അറിയില്ല. അവൻ പറഞ്ഞത് എന്തോ ലാസ്റ്റ് അടി ഉണ്ടാക്കിയ ടൈം പോലും അവൻ ലൈക്ക് എന്റെ ഫ്രണ്ടിനെ കയറിയാ തല്ലിയ. പക്ഷെ അവൻ അവന്റെ പാരന്റ്സിനോടും ഏട്ടനോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഞങ്ങള് പോയി അവന്റെ വണ്ടി തടഞ്ഞു നിർത്തി അവനെ തല്ലിന്നൊക്കെ. ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ എനിക്ക് അത്ര ആലോചിച്ചിട്ടും പിടുത്തില്ല. അപ്പൊ ആ രീതിക്ക് മനസ്സിലായി. ഈ റിലേഷനിലായിരുന്ന സമയത്ത് ഈ പയ്യന് വേറെ ഏതെങ്കിലും റിലേഷൻസ് ഉണ്ടായിരുന്നു? ഇല്ല ഏട്ടാ, എന്റെ അറിവില് റിലേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ ആസ്മി ഇടല്ലോ, നമ്മളെ NGL ഇടുമല്ലോ അനോണിമസിന്റെ, അപ്പൊ അതിലെനിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആളെ വിട്ടത് നന്നായി, എന്നോട് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്ട്ലിയും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് മറ്റേ അനോണിമസിലും ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ. അതല്ലാണ്ട് എനിക്ക് നേരിട്ടായിട്ട് വേറെ റിലേഷൻ ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ. ഓക്കെ, നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആരും അങ്ങനെ വന്നിട്ടില്ല? ഇല്ല റിലേഷൻ ഉള്ള രീതിക്ക് വന്നിട്ടില്ല. ഫ്ലോട്ടിങ് സംതിങ്, പിന്നെ ഇവന്റെ മെന്റൽ ഹറാസ്മെന്റ് ഒക്കെ ഭയങ്കര ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പെൺപിള്ളേരുടെ തന്നെ. ഈ പയ്യൻ ഇപ്പൊ എവിടെയുള്ള? പയ്യൻ നാട്ടിൽ തന്നെയുണ്ട്, പാലക്കാട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ കേസ് ആക്കുന്നുണ്ടോ? എന്നിട്ട് കേസായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ പാരന്റ്സ് ഞാൻ ഒരുവിധം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വരുന്നുണ്ട്. അവരിതെല്ലാം കൂടെ ആകെ അറിഞ്ഞ് ഭയങ്കര റിലേറ്റീവ്സ് വിളിക്കുന്നു, ഫാമിലിന്ന് ഇതാവുന്നു. അപ്പൊ ആകെ ഒരു കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാ. അപ്പൊ അവരെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ സ്റ്റേഷനിൽ പോയിട്ട് ഇതാക്കാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു ഏട്ടാ. എനിക്കറിയില്ല അത് എത്രത്തോളം അവര് ഇതാക്കുമെന്നുള്ളത്. ബട്ട് സ്റ്റിൽ അല്ല, ഇപ്പൊ ഈച്ച് ആൻഡ് എവറി ടൈം ഇവൻ ഉപദ്രവിക്കുന്നു പറഞ്ഞല്ലേ ഫിസിക്കലി? ടൈമിൽ നിങ്ങൾ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ. ഞാൻ ശരിക്കും ആ ഒരു ഫോട്ടോസ് ഇവനെ തന്നെ അയച്ചു കൊടുക്കാനായിരുന്നു എടുത്തത്. ചെയ്തത് കണ്ടു എനിക്ക് എത്ര വേദനിക്കുന്നുണ്ടെന്ന് അറിയുമെന്നെല്ലാം പറഞ്ഞിട്ട് ഇവനെ അയക്കാൻ വേണ്ടി ഞാൻ ആക്ച്വലി എടുക്കുക. അതിപ്പോ ഇതിങ്ങനൊരു നല്ല ഒരു ഉപകാരമായി വരുമെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. എങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു? അതായത് കൈ കൊണ്ടോ അതോ വേറെ? അത് ഇവൻ പഞ്ച് ചെയ്യാറുണ്ട്, എന്റെ മുഖത്ത് പഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ ഫ്രണ്ടിലെ പല്ല് പോയി. പിന്നെ എന്റെ ജോസിന് കുറച്ച് ഇഷ്യൂസ് വന്നു. പിന്നെ അതല്ലാണ്ട് ഇവൻ എന്റെ ചെസ്റ്റില് ചവിട്ട, പഞ്ച് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിട്ട് നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നിങ്ങൾ കാണുന്ന സമയത്ത് പബ്ലിക്കിൽ വെച്ചിട്ടാണോ ഇതൊക്കെ?
പബ്ലിക്കലി വെച്ചിട്ട് നടന്നിട്ടുണ്ട്. എന്നെ തല്ലിയതൊക്കെ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ കാറിനകത്ത് വെച്ച് ഇങ്ങനെയൊക്കെയായിരുന്നു ഉപദ്രവിക്കാറുണ്ടായിരുന്നത്. ഇവനെ പബ്ലിക്കലി തല്ലാനാണെങ്കിലും ഷൗട്ട് ചെയ്യാനാണെങ്കിലും തെറി വിളിക്കാനാണെങ്കിലും ഒന്നിനും ഒരു ലിമിറ്റ് ഇല്ല. ആൾക്കാർ കാണുന്നുണ്ട് അല്ലെങ്കിൽ നോക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം വിഷയമല്ല. ഇവൻ ചെയ്യേണ്ടത് ചെയ്യും. ഇവൻ ആ ഒരു ടൈമിൽ ഇവന്റെ ഫ്രണ്ട് ഇവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവന്റെ ഫ്രണ്ട് പോലും പിടിച്ചു മാറ്റാനോ ഇതാക്കാനോ നിന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അതെ. ഫൈൻ. അപ്പൊ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇവൻ എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഏട്ടാ, ഇവന്റെ പാരന്റ്സിൽ ഇവന്റെ ചേട്ടൻ എന്റെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ചുമ്മാതാ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്കാ. അപ്പൊ ആ ചേട്ടന് ഞാൻ ഈ തെളിവ് സഹിതമുള്ള ഈ കോൾ റെക്കോർഡ്, പിന്നെ ഇവൻ തെറ്റ് സമ്മതിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു. അയച്ചപ്പോഴത്തേക്കും ആളെന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. അതെ. എന്തായാലും ഒരു കാര്യം ചെയ്യൂ, കേസ് കൊടുക്കൂ. കേസ് കൊടുക്കുന്നതാണ് ഇതിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതെ അതെ. കേസ് കൊടുത്തത് എത്ര കാലം പേടിച്ച് നിൽക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ നാളെ അവൻ എന്തെങ്കിലും ചെയ്താ പിന്നെ. അതെ, എന്തായാലും കേസ് കൊടുക്കൂ. കേസ് കൊടുത്താലേ നിങ്ങൾക്കും നമുക്കൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് കാണും അതിനകത്ത്. ഓക്കെ. കാരണം ആൻഡ് വൺ മോർ തിങ്, ലൈക്ക് ഇത് എങ്ങനെ പബ്ലിക്കിൽ ചെന്നാലും ദർ വിൽ ബി രണ്ട് സൈഡ് കാണും പറയുന്നവര്. കമന്റ്സ് ആണെങ്കിലും പറയുന്നവരാണെങ്കിലും രണ്ട് സൈഡ് പറയും. ഇപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് ആ പയ്യന്റെ സൈഡ് എനിക്ക് അറിയില്ല. നിങ്ങളോട് മാത്രം സംസാരിക്കുന്നു, ആ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. ആൻഡ് ഇത്രയും മോശമായ അവസ്ഥ നിങ്ങൾ പറയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഈ അതർ സൈഡിൽ എന്താന്ന് അറിയണമെങ്കിലോ അല്ലെങ്കിൽ അതർ സൈഡ് എങ്ങനെയാന്ന് അറിയണമെങ്കിലോ അതൊരു കേസുമായിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. അല്ലാതെ ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് ചെയ്താലും, ഇപ്പൊ അവൻ പറഞ്ഞില്ലേ നിങ്ങൾ മാർച്ച് 2 പോയിട്ട് അവിടെ പോയി നിങ്ങൾ അവനോട് ചോദിച്ചപ്പോ അവൻ കേസ് കൊടുത്തു. ഇനി അവന് സോഷ്യൽ മീഡിയന്റെ കാര്യം ഇനി അവന് കേസ് കൊടുക്കാം. മനസ്സിലായോ? കാരണം അവനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവന്റെ ഫേസ് ഇട്ടിട്ട് അവനെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അവനെ ഡിഫെയിം ചെയ്തു എന്ന് പറഞ്ഞാൽ അവന് കേസ് കൊടുക്കണം. ഇതാണെങ്കിൽ അവനൊരു ഗൂഢാലോചന എന്ന് വരെ അവന് പറയാം. ആ കേസ് നമ്മുടെ നിയമത്തിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പോയി ആദ്യം കേസ് കൊടുക്കുന്നു അതിനനുസരിച്ച് തിരിയും. പിന്നെ സൊസൈറ്റിയിൽ ഇപ്പൊ കുറെ ഫേക്ക് സാധനങ്ങളുണ്ട്. കുറെ പേര് ഫേക്ക് കേസസ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പോയിട്ട് കൺഫ്യൂസ്ഡ് ആണ് അട്ടർലി. അപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എന്ത് കാണണോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എന്താണെന്നൊന്നും ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റൂല. സോ ബെറ്റർ കയ്യിലുള്ള എല്ലാ പ്രൂഫുകളും കൊണ്ട് എവിഡൻസും കൊണ്ടുപോയി കേസ് കൊടുക്കാൻ. എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ ഇനി നിങ്ങളുടെ ലൈഫിൽ വരരുത്. ആൻഡ് അവൻ ചെയ്തതിന് അവനൊരു ശിക്ഷ കിട്ടണം. ഓക്കെ ഫൈൻ. എന്താണെങ്കിൽ നിങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകും. ഞാൻ എന്താണെന്നുണ്ടെങ്കിലും ഈ റെക്കോർഡ് ഞാൻ എന്താണെങ്കിലും പ്ലേസ് ചെയ്യാം. ഞാൻ ഇടുന്ന ടൈമിൽ ഞാൻ ആ പയ്യനെ ഫോട്ടോ ബ്ലർ ചെയ്യുന്നുണ്ട്. കുറെ പേര് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ എന്താ കേസോ കാര്യങ്ങളോ ആവാത്തത് കൊണ്ട് ഫോട്ടോ കാണിച്ചിടുന്നതിൽ എനിക്ക് പേഴ്സണലി, കാരണം ഞാൻ ആ സൈഡ് കേട്ടിട്ടില്ലല്ലോ പയ്യന്റെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറയാം, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ ആളുടെ ഫോട്ടോ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് ഞാൻ പറയാം. ഓക്കെ ഫൈൻ. എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കൂ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫസ്റ്റ് കംപ്ലൈന്റ് കൊടുക്കൂ. കംപ്ലൈന്റ് കൊടുക്കാതെ ഇപ്പൊ വുമൻസ് സെല്ലും ഇതൊക്കെ ഉണ്ടല്ലോ, സ്ട്രോങ് ആണ്. പാരന്റ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാക്സിമം കൊടുക്കും. കാരണം ജെന്യുവിൻ കാര്യങ്ങൾ മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതേപോലെ കുറെ പേര് ഫേസ് ചെയ്യുന്നവർ മുന്നോട്ട് വരാൻ മടിക്കും. അതെ. ഇപ്പൊ ഞാൻ മെയിൻലി ഇടാൻ വേറൊരു കാരണം എന്താ വെച്ചാൽ ഇപ്പൊ വേറെ ഒരു കല്യാണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴും വേറൊരു കൊച്ചുണ്ട് അതേ സിറ്റുവേഷനിലൂടെ പോവരുത് എന്ന പോലെ എനിക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അവളെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് കാണുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. മനസ്സിലായി. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഇത് ഇത്രയും ഇതിന്ന് ഈ ഒരു ടോക്സിക് റിലേഷനിൽ സർവൈവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു സമൂഹത്തിനോട് പറയാനുള്ളൊരു ഇതുണ്ടല്ലോ, നിയമപരമായിട്ട് തന്നെ ചെയ്യും. 8 മണിക്കും 8:30ക്കും 9-നും 9:15, 9:45 വിളിക്കണം എന്നല്ലേ? അതിലേതേലും സമയം ഇതായി കഴിഞ്ഞു കഴിഞ്ഞാ എന്താ എന്നെ ബ്ലോക്ക് ചെയ്തു. എത്ര ദിവസത്തേക്ക് വിളി? എത്ര ദിവസം എന്നൊന്നുമില്ല, മൊത്തം. ശരി, അടുത്ത് പറ. പിന്നെ മറ്റേ നിധുവിന്റെയും ഈ ലാസ്റ്റിലെ 6 പിക്കും മൊത്തം 6 പിക്ക് അത് ആർക്കീവിൽ തന്നെ ഉണ്ടാവും. ബാക്കി
പെർമിഷൻ ഇല്ലാണ്ടൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുമില്ല, അത് അൺആർക്കീവ് ചെയ്യുന്നുമില്ല. ചെയ്തു കഴിഞ്ഞ ചെയ്ത എന്നെ ബ്ലോക്ക് ചെയ്തു. ഈ കോളിൽ ഒരെണ്ണമെങ്കിലും മിസ് ചെയ്താൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോഴെന്നെ ബ്ലോക്ക് ചെയ്തു. ഉറപ്പാണ്? നീ ഫുള്ള് പറയാവുന്ന ഒച്ച പറഞ്ഞാലോ അങ്ങനെ മാത്രം മെല്ലെ പറയണേ. അതന്നെ, ഈ കോളിൽ എന്തെങ്കിലും വൈകുക അല്ലെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തു. നിനക്ക് അത് മാത്രം എന്താ ഈ മെല്ലെ പറയണ പരിപാടി എന്തായിരുന്നു? മെല്ലെ പറഞ്ഞതല്ല ലുട്ടു, എന്തിനിങ്ങനെ കാരണം കിട്ടാൻ ബാക്കി എല്ലാം നിനക്ക് നല്ല നാക്കാണല്ലോ. കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഉണ്ട് ഇത്. അതെ, കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക തന്നെയാണ്. ഇനി നിനക്ക് വിട്ടുവീഴ്ച ഒരു തുള്ളി പോലും ഉണ്ടാവില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞോ, ആദ്യം തൊട്ട് മര്യാദയ്ക്ക് പറഞ്ഞോ നീ. 8 മണിക്കും 8:30ക്കും 9 മണിക്കും 9:15 9:45 ഈ പറഞ്ഞ 5 സമയം ഞാൻ വിളിക്കാം. എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തു. കേട്ടോ? ബ്ലോക്ക് ചെയ്യണം? ഏതിലാ വെച്ച ചെയ്തു? കംപ്ലീറ്റ് ചെയ്യട്ടാ. നേരെ പറടി. കംപ്ലീറ്റ് ചെയ്തോ? ഏതിലാ വെച്ച ചെയ്തോ? ഇഷ്ടമുള്ള പോലെ ചെയ്തോ? അങ്ങനെ വിളിക്കാതിരുന്ന പിന്നെ നിന്റെ കയ്യും കാലും നക്കാൻ വരുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് ഞാൻ തെറ്റിക്കില്ലല്ലോ. കയ്യും കാലും നക്കാൻ വരുന്ന പരിപാടി ഇന്നിപ്പോ ചെയ്ത പോലത്തെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇന്നും മിനിഞ്ഞാന്ന് നീ ചെയ്ത പോലത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. കാരണം ഞാൻ വന്നാ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നും കൂടി പറഞ്ഞു. എനിക്ക് നിന്നെ വിശ്വാസമില്ല, 5 പൈസക്ക് വിശ്വാസമില്ല. കാര്യം പറ. വന്നാ എന്നെ ബ്ലോക്ക് ചെയ്തോ. അടുത്ത് പറ. പിന്നെ നിധുവിന്റെ 3 പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിലെ 3 പിക്കും ഞാൻ എന്താ പറയാ ആർക്കീവ് ഇട്ടിട്ടുണ്ട്. അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അൺആർക്കീവ് ചെയ്യില്ല. എങ്ങാനും ഞാൻ അൺആർക്കീവ് ചെയ്ത് കണ്ട ചെയ്യില്ല. കണ്ടു കഴിഞ്ഞാ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഞാൻ കാണാണ്ട് പിക്ക് വല്ലതും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കാണാണ്ട്? ലുട്ടു എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള തന്നെയല്ലേ. ഞാൻ അറിയാണ്ട് നീ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തോ. ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ലുട്ടു ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടോ. ശരി എന്നാ ലുട്ടു ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോട്ടെ. ഇങ്ങനെ വല്ല ഡയലോഗ് ആണെങ്കിൽ തേവിടിച്ചിടെ മോളെ. ഞാൻ പറയില്ല പറഞ്ഞ എന്നെ ഒന്നും നോക്കണ്ട. എവിടെന്ന് വെച്ചാ ബ്ലോക്ക് ചെയ്തു. ഇതില് വല്ല തെറ്റി കേട്ടാ? അതു തെറ്റിക്കില്ല നീ ഒച്ച പറയ്. തെറ്റിക്കില്ല ലുട്ടു, തെറ്റിക്കില്ല. എന്ത് ശരി നോക്ക്. ഇന്ന് ഞാൻ അങ്ങനെ കേട്ടാ വിളിച്ചത്, ഓർത്തോ നീ? 9:45 ഇപ്പോ. എന്ത് എന്റെ വിളിക്കേണ്ട സമയാന്നു. ശരി കുഴപ്പമില്ല. ഇന്ന് ഞാൻ അങ്ങനെ കേട്ടാ വിളിച്ചത്, ഓർത്തോ നീ? എന്തായാലും ഓർമ്മയുണ്ട്. ആളെ തൊട്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ മൊത്തം എത്ര കാലം ഞാൻ പറയണു അത്രയും കാലം നിന്റെ ഒരു കോളെങ്കിലും തെറ്റിയാതു. ഇല്ല. തെറ്റിയാൽ എന്ത് ചെയ്യണം പറ. തെറ്റി എന്ന് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വർക്കിന്റെ ഇടയിലാണെങ്കിൽ എങ്ങനെയാലും വിളിച്ചോളാം. ബ്ലോക്ക് മാത്രല്ല കേട്ടോ, നല്ല പച്ച തെറി അമ്മയ്ക്ക് വിളിക്കും കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞു ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പോരെ. ഇത് ഞാൻ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നീ കൈയും കാര്യം പിടിച്ചിപ്പൊ ഉണ്ടാക്കുന്ന നിയമമാണെങ്കിൽ അത് അല്ല എന്റെ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അല്ല, എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാന്ന് ഞാൻ പറയുന്നത്. അതാ പറഞ്ഞേ. ഇതിപ്പോ നീയേ ഇത് ഒന്ന് മിസ്റ്റേക്ക് ഇത് എങ്ങനെയും ഒന്ന് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പറയണെങ്കിൽ നാളെ തൊട്ട് ഇതൊന്നും നിനക്ക് ബാധക അല്ലെങ്കിൽ അല്ല. ഞാൻ വിളിക്കും. ഈ പറഞ്ഞ സമയമല്ല എന്റെ അച്ഛ, മാറില്ല. ശരി ശരി ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പിന്നെ വിളിക്കാന്ന്. എനിക്ക് വയ്യപ്പോ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എൻറ്റയർ കോൺവെർസേഷൻ കേട്ടല്ലോ, ഞാനും ആ പെൺകുട്ടിയും തമ്മിലുള്ളത്. ആൻഡ് ഈ പയ്യൻ സംസാരിച്ച് അവൻ വെച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുള്ള ആ കോൾ റെക്കോർഡും ആ പയ്യനോ കുട്ടിയും തമ്മിലുള്ളത് നിങ്ങൾ കേട്ട് കാണും. എനിക്ക് പറയാനുള്ളത്, റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണർ സംശയമായി തുടങ്ങി, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു നോ വരാൻ തുടങ്ങി, റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി, നമുക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, രണ്ടിലേതെങ്കിലും ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം വരികയാണെങ്കിൽ, സംശയം പരസ്പരം വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഇറ്റ്.
അതൊരിക്കലും ഒരു ഫിസിക്കലായിട്ട് ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിലോ മെൻ്റലി ഹറാസ് ചെയ്ത് അയാളുടെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലോ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, അത് 2 പേർക്കും നന്നല്ല, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അത് നല്ലതല്ല. ലാസ്റ്റ് ഏതെങ്കിലും ഒരാൾ ഈ ലോകത്തുനിന്നേ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, സോ ആ രീതിയിൽ കൊണ്ടു ചെന്ന് എത്തിക്കാതിരിക്കുക. ആൻഡ് മാക്സിമം റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത്, നിങ്ങൾക്ക് സേഫാണ്, നിങ്ങൾക്കത് കല്യാണത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ള റിലേഷനാണ് 2 പേർക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും നിങ്ങളെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. കാരണം എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പിന്നെ ഫാമിലി ഇടപെടും, ഫാമിലി അറിയുമെന്ന് വയ്ക്കുക. ഇല്ലാത്തൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സഫർ ചെയ്യും. ഓക്കെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സഫർ ചെയ്യും. എന്ത് നഷ്ടം വന്നാലും അത് നമ്മൾ തന്നെ സഹിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയും വരും. സോ ഒന്നിനും വെരി ക്ലോസ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം, ഫാമിലിയോട് ഷെയർ ചെയ്യാം. ഇനിയില്ല നിങ്ങൾക്ക് അതിന് പറ്റിയില്ല, നിങ്ങളിങ്ങനെ ഒരു അബ്യൂസായി അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു, ഒന്നും നോക്കണ്ട, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക, കാര്യം പറയുക. അവിടെ നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലേ, നിങ്ങൾക്ക് ആ നോ പറയാനും പറ്റുന്നില്ല, ആ നോ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക, കാര്യം പറയുക. അവരവിടെ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരും. അതായത് തമ്മിൽ ഇതേപോലെയുള്ള അബ്യൂസുകളും അവസാനം ജീവൻ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളും ആയിക്കഴിഞ്ഞാൽ നഷ്ടം ആയിരിക്കാം. അതിനൊരു കാര്യമുണ്ടല്ലോ. ആൻഡ് ഇതേപോലെ ഫിസിക്കൽ അബ്യൂസ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ പോലീസിനെ അറിയിക്കുക. അത് അറിയിക്കാതിരിക്കരുത്, നിങ്ങളെ ഫാമിലീനെ അറിയിക്കുക, പോലീസിനെ അറിയിക്കുക. നാളെ ഏത് വ്യക്തിയാണോ നിങ്ങളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തത് അവരിത് റിപ്പീറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്തു, അത് നിങ്ങൾ അറിയിക്കണം. എന്നിട്ട് സൊസൈറ്റിയിൽ നിങ്ങളത് വിളിച്ച് പറയുക. കാരണം ഇവിടെ ഇപ്പോൾ ഫേക്ക് കേസസ് വരുന്നുണ്ട്, റിയൽ കേസസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ജെന്യുവൻ ഏതാ ഇല്ലെങ്കിൽ ഫേക്ക് ഏതാന്നുള്ളത് മനസ്സിലാവുന്നില്ല, ഭയങ്കര കൺഫ്യൂഷനാണ്. സോ അതിനിടയിൽ ഈ ജെന്യുവനായിട്ട് അബ്യൂസ് അനുഭവിച്ച ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിന് ആക്സെപ്റ്റൻസിയും വിസിബിലിറ്റിയും കുറയുന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം എന്താ പറയുക, കാണുന്ന വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ 2 ഭാഗവും നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ കേൾക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെന്ന് സെൽഫായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തായാലും ഈ കുട്ടിയോട് പോയി കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ഫാമിലി അതിന് റെഡി ആയിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു തോട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ആ പയ്യൻ്റെ ഒരു ഭാഗമായിട്ട് വരണം. കാരണം അതും കൂടിയും കേൾക്കണം നമുക്ക്, എന്തുകൊണ്ടാണ് ഇത്രയും കാലമുള്ള ഈ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റിലേഷനിൽ എങ്ങനെ ഈ സംശയം വന്നത്, അത് വരാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് നമുക്കെന്തായാലും ഈ കുട്ടി ഇപ്പോൾ ഓപ്പണായിട്ട് പബ്ലിക്കിൽ ഇട്ടതുകൊണ്ട് ഒരുപാട് ചാനൽസ് ചെയ്തതുകൊണ്ടുമാണ് ഞാൻ ഈ കുട്ടിയെ വിളിച്ച് സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ പയ്യൻ്റെ ഒരു ഭാഗം കിട്ടുകയാണെങ്കിൽ അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ.